ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പാലാ പെറ്റ് ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ പെറ്റ് ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടാമെന്ന് ചോദിച്ചു കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പാലാ കറക്റ്റ് ചെയ്ത സ്ഥലം കൊട്ടാരമ്പറ്റം ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് നമ്മളെ കറക്റ്റ് വരുന്നത്. പെറ്റ് ഷോപ്പിന്റെ പേര് അക്വാ വേൾഡ് എന്നാണ് കേട്ടോ, അക്വാ വേൾഡ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കുറെ പേര് ചോദിച്ചു. ഐറ്റംസ് ഇതാ, നല്ല പ്രാവ്, നല്ല സിൽക്കി കോഴി എല്ലാം ഉണ്ട്. ഇതാ ഏതാണ് അടുത്ത നമ്മൾ മേടിക്കുന്നത്? കോക്ടെയിലിന്റെ കുഞ്ഞ് നമ്മൾ അടുത്ത് മേടിക്കും. കോക്ടെയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മുയലും കുഞ്ഞുങ്ങളുണ്ട്, നല്ല മുയലും കുഞ്ഞതാ. ഇത് എന്താ? ഗിനിക്കോഴി. ഗിനിക്കോഴി ഉണ്ട്. അതെ, മുഖി പ്രാവ്, ടർക്കിക്കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇതാരാ നിൽക്കുന്നത് നോക്കിയാണോ? ഇവരാണ് ഇവിടുത്തെ താരങ്ങൾ. കാണാം, മണത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇത് നമ്മൾ മേടിച്ച് കുറെ പൈസ കളഞ്ഞോണ്ട് നമുക്ക് ഇനി മേടിക്കാനുള്ള മൂട് പോയി. ഇത് സണ്ണ് കേട്ടോ. നമ്മളിപ്പോ ഓൾറെഡി 90 രൂപ മേടിച്ചോണ്ട് പിന്നെ മേടിക്കുന്നില്ല. പിന്നെ മുയല്, പിന്നെതാ കോഴികളുടെ ഐറ്റമാണ് ഇവിടെ. ഒരു രക്ഷയില്ല, പറയാനില്ല ഒന്നും. കോഴികളുടെ ബഹളം. പ്രാവിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. പ്രാവ്, പിന്നെ നമ്മുടെ ലവ് ബേർഡ്സ്, പിന്നെ ഇതിന്റെ പേര് ഇത് ഫിഞ്ചസ്. ഫിഞ്ചസിന്റെ എന്തോ ഐറ്റം കേട്ടോ. ഇതാ 90 പൈനാപ്പിൾ. ഇതാണ് നമ്മൾ മേടിച്ച പൈനാപ്പിൾ കൊണ്ട്. ഇതേപോലെ നമ്മുടെ പൈനാപ്പിൾ കൊണ്ട് ഇതുപോലെ ആവും കേട്ടോ. നമുക്ക് ഏതായാലും ആൻഫീൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതാ ഇവര് നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കുറെ തീറ്റ വേണം. നമ്മൾ എന്തൊക്കെ തീറ്റ കൊടുത്താലും ഇവർക്ക് മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ മേടിക്കുന്നില്ല. പിന്നെ വേനെടുത്താ സുദേശിനെ കടിച്ചു കേട്ടോ. കടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ഇത് മേടിച്ചാലോ? എന്നാ പറയുന്നു? ഒരു വൈറ്റിനെ മേടിച്ചേക്കാം. നമ്മുടെ വീട്ടില് ഒറ്റണുള്ളൂ, അതിന് കൂട്ടായിരിക്കും വിചാരിക്കുന്നു. കുഞ്ഞാണേലും നല്ല രസമുണ്ട്. അതെ. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പിന്നെ എന്ന് പറയാൻ പ്രാവിന്റെ ഐറ്റംസ് കുറെ ഉണ്ട് കേട്ടോ. ഗിനിക്കോഴിയാ അങ്ങനെ പറക്കൂടെ? പറന്ന് നമ്മുടെ കയ്യിൽ നിൽക്കല, നെറ്റിനകത്ത് നിൽക്കല. മേടിക്കണം എന്നുണ്ട്, പക്ഷെ നീ നമ്മുടെ കയ്യിൽ നിൽക്കല. മുയലിനെ മേടിച്ചാക്കളാണ്. ഇവിടെ മുയലും കോഴിയും കൂടെ ഭയങ്കര കമ്പനിയാണ്. വേണോ? ഭയങ്കര കമ്പനി അടിക്കും, വളർത്താനൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മേടിച്ച സിൽക്കി കോഴികൾ. വേറെ കളറുകളാണ് നമ്മുടെ ഇരിക്കുന്ന അതുപോലെ ഐറ്റം ഒക്കെ തന്നെ. നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ കയറിയത് സിറഞ്ച് മേടിക്കാണ്. സിറഞ്ച് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കയറിയ മീൻ ഐറ്റംസ് ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടപ്പോൾ ഉള്ള ഇത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. പേടിക്കാൻ നല്ല വലുതായിട്ടുണ്ട്. ഇതാണ് ഷുഗർ ഗ്ലൈഡർ. രാത്രി ആകുമ്പോൾ ഇറങ്ങുള്ളൂ പുറത്തോട്ട് കേട്ടോ. നമ്മൾ ഈടെ വന്നപ്പോ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. രാത്രി ആവുകൊണ്ട് ഇറങ്ങിയതാണ്. നൈറ്റ് ആസ്വദിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഫുള്ള് മീനിന്റെ സെഷൻസ് ആട്ടോ. നമ്മൾ മീൻ അധികം ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മീൻ മേടിക്കേണ്ടി വരുന്നില്ല. ഇത് മുതലേ പക്ഷെ കളിപ്പാട്ടാണ്. പക്ഷേ ബ്ലാക്ക് ഗപ്പിയൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ട്. സ്കാൻ ചെയ്താൽ മീൻ ഇല്ലത്. സ്കാനറിൽ മീൻ. ഈ വെടിച്ചില് മീൻ നല്ലതേ. ഇത് നോക്ക്, നല്ല തിളങ്ങിയിരിക്കുന്ന മീൻ. സൂം ചെയ്ത് കാണിച്ചാൽ മണ്ണിൻചൂട്ടെ. ഓക്കെ, ഇങ്ങോട്ട് മൊത്തം കാണിച്ചോ. വൈഡില് ഇവിടെ മൊത്തം മീൻ്റെ സെഷൻസ് ആട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മീനൊക്കെ വീട്ടിൽ എത്തിച്ചേരുമോ? ഇവിടെ ഒന്ന് മേടിക്കണം. കാരണം ഇവിടെ ഒരാളേ ഉള്ളൂ, എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. നമ്മൾ സിറിഞ്ച് മേടിക്കാന്നാണ്, നമുക്ക് ഹാൻഡ് ബ്രീഡ് ചെയ്യാൻ. നമുക്ക് ആ സിറിഞ്ച് നോക്കാം. ഇതാണ് നമ്മൾ അതിന് വേണ്ടി മേടിച്ച സിറിഞ്ച് കേട്ടോ. ഓക്കെ, ഇത് നല്ല വളഞ്ഞിരിക്കുന്ന സിറിഞ്ച്. അപ്പം അതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ നെക്കി കൊടുത്താൽ നല്ല സൗകര്യത്തോടെ അതിന് ഫുഡ് കഴിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ മേടിച്ചത് മെയിനായിട്ട്. ഇതാ ഹാൻഡ് ഫീഡിന്. എന്താണ് അത്? ഹാൻഡ് ഫീഡിന്റെ സൺകുണൂർ. സൺകുണൂർ അതൊരു 400 രൂപ വില വരുന്നത്. ഓ, നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കല്ല. ഇപ്രാവശ്യം
നമ്മളതിൽ എത്ര മാസമായത്? ഒരു മാസം. 1.5 മാസമായത് വലുതായിരിക്കും. എത്ര മാസം വന്നിരിക്കും? അതൊരു 3 മാസം ഫുൾ ഫെദർ ഒക്കെ ആവാൻ വേണ്ടി. ആണല്ലേ? ആ, അത് കഴിഞ്ഞാൽ തന്നെ റീച്ച് എടുക്കുള്ളൂ. ഇത് വരെ ഇതിന് വരും. 3 മാസം നമ്മൾ ഹാൻഡ് ഫ്രീ ആണ് അല്ലേ? 3 മാസം. 3 മാസം വേണ്ട. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാം കൊടുക്കാം. ആപ്പിള് വെള്ളം കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഫസ്റ്റ് ഇതായതുകൊണ്ട് നമുക്ക് ചെറിയ ഇതുണ്ട്. മീനൊക്കെ നോക്കി. നമ്മളിപ്പോ വന്നപ്പോ തന്നെ കുറെ ആൾക്കാർ ഇവിടെ ഷോപ്പിങ്ങിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് ബുദ്ധിമുട്ടാക്കുന്നില്ല. നമുക്ക് വേണ്ട സാധനം നമ്മൾ കിട്ടി. ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് കുറെ പേര് പറഞ്ഞാണ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തത്. ഈ ഭാഗം മൊത്തം മീനിന്റെ സെഷൻസ് ആണ് കേട്ടോ. കണ്ടല്ലോ എല്ലാരും? സെറ്റപ്പ് അല്ലേ? ഫുള്ള് മീനാണ്. എല്ലാരും ഞങ്ങൾ എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം പെട്ടെന്ന് പോയാലോ വീട്ടിലോട്ട്. വാ അത് പിന്നെ നിൽക്കാം. ഒരു മിനിറ്റ്. കളിക്കാൻ മേടിക്കണോ? എന്റെ ചടങ്ങല്ലേ? നമുക്ക് വലുതായിട്ട് നമുക്ക് ചേട്ടാ കൽക്കം കുറച്ച് വലുതാകുമ്പോ പറയണം. അത് നമുക്ക് ചെറുതേ കൊണ്ടുപോയിട്ട് പാടാം. സണ്ണല്ലേ? 1.8 കാണിച്ചടാ. സൺകണൂറിന് നല്ല ഇണങ്ങിയ സാധനമാണ് കേട്ടോ. കൈ വെച്ച് അടുത്ത് വരുമെന്നാ പറയാം കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഇണക്കി എടുക്കണം എന്നാണ് പ്ലാൻ. എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പം ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. കമാൺ. അപ്പം ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. ഇത്രയല്ല, വളരെ അധികം ഉണ്ട്. വളരെ ചെറിയ സ്ഥലത്ത് ഒരുപാട് സംഭവങ്ങൾ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ സന്തോഷമാകുന്നു. ഇതെല്ലാം ഇവിടെ കാട്ടങ്ങിയാണ്. മുയല് ഇതൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വളർത്തണം എന്നുണ്ട്. പക്ഷെ ഒന്നാമത് ഇപ്പൊ തന്നെ വിഷയമാണ്. നോക്കി നല്ല കറുത്ത മുയലും അടിപൊളി. വിഷയം എല്ലാം വിഷയ സാധനങ്ങളാണ്. ഇതിനെല്ലാം കയ്യിലെടുത്തിട്ട് 2 കയ്യിലെടുക്കാം. എടുക്കാം ഇതിനെ പറ്റിയോ? ഫോട്ടോ എടുക്കാൻ ഏതെങ്കിലും എന്തിനാ കയ്യിലെടുക്കാം. മുയലെടുക്കാം. എന്നോട് ചോദിക്കാം. ചുമ്മാ ഫോട്ടോ എടുക്കാം. അപ്പൊ ഏതായാലും കഴിച്ച് നമ്മള് പോകാൻ പോവാണ്. ഒത്തിരി സമയമായി. നമുക്ക് ഏതായാലും ഷോപ്പ് ചെയ്യാൻ പുതിയ ഇതിന് മേടിച്ച് നമുക്ക് ഇനി പുതിയ സാധനം മേടിക്കാൻ ഈ പ്രാവനെയൊക്കെ മേടിക്കണം. അപ്പൊ നമ്മൾ ഉടനെ അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇവിടുത്തെ. ഇനി വരാനുള്ളൊരു വരിക. ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ബന്ധപ്പെടുക. ഇവിടെ ഫോൺ നമ്പർ ഇല്ല. ഓക്കെ. അപ്പൊ ഇത് 100 രൂപ കേട്ടോ. 100 രൂപ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് സീറ്റ് കൊടുക്കാം. മറ്റേതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആശയിലെല്ലാം കയറിപ്പോകും. പിന്നെ പണിയാവും. അതിന് വാ. അപ്പൊ നമുക്ക് കുറെ നേരമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. നമുക്ക് ഇനി പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണം. രാവിലെ ഇറങ്ങിയതാ. നീ എന്താ പറഞ്ഞ? ഞാൻ എന്താ പറഞ്ഞായിരുന്നു. അവൻ എന്തോ പറഞ്ഞത് കിട്ടിയില്ല. നമുക്ക് 2 മൈക്ക് മേടിച്ചിട്ട് നമ്മുടെ ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതായാലും സാധനങ്ങളൊക്കെ മേടിച്ചു. നമുക്ക് ഇനി വണ്ടി കയറാം. ലോക്ക് തുറക്കണ്ട. സോറി. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ചോറൂട്ടാണ്. ചോറൂട്ടാണിത്. ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കെയർഫുള്ളി തീറ്റ കൊടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ അടുത്തുടനെ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.